അയ്യോ, ഞാൻ എന്തിനാ അങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾക്കറിയില്ലേ ടെൻഷൻ ആയാലും ഞാൻ എന്ത് കഴിക്കുന്ന? ക്രീം കേക്ക്. അതറിയാമല്ലോ, പിന്നെ എന്തിനാ വായി നോക്കി നിൽക്കുന്നേ? കാറിൽ പോയി എന്റെ ക്രീം കേക്ക് എടുത്തോണ്ട് വരും. ഉടനെ ഋഷിയുടെ ഓർമ്മകൾ പിന്നിലേക്ക് പോയി. ഞാൻ ഋഷിൻ പ്രതാപ്, ഇന്ദ്രപ്രസ്ഥ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഏക അവകാശി. നീ എന്ത് തേങ്ങ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്? സ്വപ്നത്തിൽ നിന്ന് പുറത്തു വരൂ മിസ്റ്റർ ഋഷിൻ പ്രതാപ്. നിങ്ങൾക്കറിയാമോ നീ എന്തുമാത്രം ഡാമേജ് ആണ് എനിക്ക് ഉണ്ടാക്കിയത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നീ ഇപ്പോൾ 2 ലക്ഷത്തിൻ്റെ നഷ്ടം ഞങ്ങൾക്കുണ്ടാക്കിയത്. സോറി അങ്കിൾ, ഞാൻ നിങ്ങളെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തതല്ല. റിഡിക്കുലസ്. ദൈവം എന്തിനാ അത്രയും പാവപ്പെട്ടവരുണ്ടാക്കുന്നത്? ചിയേഴ്സ് ഡാർലിംഗ്. വീട്ടിലെത്തിയ ഋഷിയെ കാത്ത് മറ്റൊരു ദുരന്തമുണ്ടായിരുന്നു. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ, അയാളുടെ ഭാര്യ ദേവയാനിയും അവരുടെ സുഹൃത്തുക്കളും ഉൾപ്പെട്ട ഒരു റമ്മി പാർട്ടി നടക്കുകയായിരുന്നു. യുനു ദേവയാനി, ഞാനെന്തോ ലേറ്റ് ആയെന്ന് അറിയാവോ? ഞാൻ വരുന്ന വഴിയിലൊരു ചെറിയ പ്രശ്നം. എൻ്റെ കണ്ണടി പൊട്ടി. ഇതിനിത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പാർട്ടി എൻജോയ് ചെയ്യേ. കണ്ണാടി ഞാൻ ഏതെങ്കിലും സെവനിന്റെ കയ്യിൽ കൊടുത്ത് ശരിയാക്കാം. അതൊന്നും വേണ്ട, അതൊരു ലിമിറ്റഡ് എഡിഷൻ കണ്ണാടിയാ. കണ്ണിൽ കണ്ട് വേലക്കാരൊന്നും തൊട്ടത് അശുദ്ധിയാക്കണ്ട. വേലക്കാരന്മാർ പിന്നെയും ചീത്തയാക്കില്ല, ആര് സമാധാനം പറയും? ഋഷിയുടെ അമ്മായിമ്മ ഒന്ന് കണ്ണോടിച്ചു നോക്കിയപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഋഷിയെ കണ്ടു. ഒരു മിനിറ്റ് ഋഷി, ഇങ്ങോട്ട് വന്ന്. ദേവയാനിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഋഷിയുടെ ഉള്ള സമാധാനം പോയി. എന്തോ പ്രശ്നത്തിനുള്ള പുറപ്പാടാണെന്ന് അവന് മനസ്സിലായി. വേലക്കാരനല്ല, വേലക്കാരനേക്കാൾ 2 സ്റ്റെപ്പ് മുകളിൽ. ഋഷി, നീ പോയി ഇദ്ദേഹത്തിന്റെ കണ്ണാടി ശരിയാക്കി കൊണ്ടുപോവാ. പെട്ടെന്ന് വരണം. എന്റെ പൊന്നു ദേവയാനി, അതൊന്നും ഐ കാൺട്ട് ട്രസ്റ്റ് സെർവന്റ് ഓൺ മൈ എക്സ്പെൻസീവ് സ്പെക്സ്, പ്ലീസ്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ജോലി ചെയ്യാൻ വേണ്ടി മുട്ടി നിൽക്കുന്നവനാ ഋഷി. ഇൻഫാക്ട് നിങ്ങളുടെ കയ്യിൽ മറ്റു ജോലികളുണ്ടെങ്കിൽ പറ, അതും ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഇതിലേതെങ്കിലും ഒരു ജോലി നീ സമയത്ത് ചെയ്ത് തീർത്തില്ലെങ്കിൽ പിന്നെ നിന്റെ ഗതി അതോ ഗതി. കല്യാണം കഴിച്ചു വന്ന നാൾ മുതൽ ഋഷി അവന്റെ അമ്മായിയമ്മ ദേവയാനി ദ്രോഹിക്കുമായിരുന്നു. എനിക്ക് വേറൊരു ജോലിയുണ്ട്. നിർത്തടാ. നീ ആദ്യം പറയുന്നത് ചെയ്യും. എത്രയും പെട്ടെന്ന് ഈ ജോലി തീർത്തിട്ട് വാ. എന്നിട്ട് വേണം നിനക്ക് അടുത്ത ജോലി തരാൻ. എനിക്ക് അറിഞ്ഞൂടാ ഏത് നശിച്ച നേരത്താണോ എന്തോ ശ്രീലക്ഷ്മി ഈ നാറിയെ കിട്ടിയത്. അവൾക്ക് വേറെ ഒരുത്തനെയും കിട്ടിയില്ല. ദേവയാനി, എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാവും. പക്ഷെ നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ല ടെൻഷൻ അടിക്കുന്നേ? ജസ്റ്റ് ബ്രീത്ത് ആൻഡ് ബി നോർമൽ. ടേക്ക് പോസിറ്റീവ് വൈബ്സ്. ബ്രീത്ത് ഇൻ, യു വിൽ ബി ഫൈൻ. ഇവനെ പറഞ്ഞു വിട്. അപ്പൊ തന്നെ അവളുടെ പകുതി ടെൻഷൻ മാറും. കണ്ണാടി അവന്റെ കൊടുക്ക്. എനിക്ക് അവനെ തൊടാൻ പോലും അറപ്പാണ്. എടാ, പിന്നെ ഗ്രാൻഡ് മാളില് പ്രൈം ഒപ്റ്റീഷ്യൻസിന്റെ അടുത്ത് തന്നെ പോകണം. നോ വെയർ എൽസ്. വേറെ ഏതെങ്കിലും ഒരുത്തൻ നന്നാക്കുന്നു എന്നതിന്റെ പേരിൽ കണ്ണാടി ചീത്തയാക്കിയ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കപ്പെട്ട വിഷമവുമായി ഋഷി അവിടെ നിന്നും പോകാൻ ഒരുങ്ങി. അമ്മായി അച്ഛൻ കണ്ണാടിയിൽ തൊടുന്നത് നാണക്കേടാണെന്ന് പറഞ്ഞതുകൊണ്ട് വളരെ വിഷമത്തോടെയാണ് അവൻ കണ്ണാടി പോക്കറ്റിൽ വെച്ചത്. പെട്ടെന്ന് അമ്മായിയമ്മ ദേവയാനിയുടെ സുഹൃത്തുക്കൾ ഋഷിയോട് മറ്റു പല ജോലികളും ചെയ്യാൻ ആവശ്യപ്പെട്ടു. അപമാനത്തോടെ നിന്ന അവൻ ചുമരിൽ വെച്ചിരിക്കുന്ന ശ്രീലക്ഷ്മിയുടെ ഫോട്ടോ നോക്കി ഇങ്ങനെ പറഞ്ഞു: ഇത്രയും പേരെ എന്നെ അപമാനിച്ചിട്ടും ഞാൻ ഇവിടെ നിന്ന് പോവാത്തതിന് കാരണം നിന്നോടുള്ള സ്നേഹമാണ്. എനിക്ക് നിന്നെ വിട്ടുപോകാൻ കഴിയുന്നില്ല. ഐ റിയലി ലവ് യു. ഇവരെല്ലാവരും എന്നെ അപമാനിക്കുന്നതിനുള്ള മറുപടി ഞാൻ എന്തെങ്കിലും അവർക്ക് കൊടുക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഋഷി അവിടെ നിന്ന് ഇറങ്ങി. അവൻ അവന്റെ സ്കൂട്ടർ എടുത്ത് അവിടെ നിന്നും പോയി. വഴിയിൽ വെച്ച് അവന്റെ ഫോണിൽ ശ്രീലക്ഷ്മിയുടെ ഒരു കോൾ വന്നു. ആ ശ്രീലക്ഷ്മി, പറ. അതിനെന്താ, എപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ മതി, ഉടനെ വരാം. ശ്രീലക്ഷ്മി അവനെ ഫോണിൽ വിളിച്ചപ്പോൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന എല്ലാ ദുഃഖവും അവന്റെ ഉള്ളിൽ നിന്ന് പോയി. അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അന്നത്തെ ദിവസം ഉണ്ടായിരുന്ന സകല വിഷമവും മാറി. റോഡിന്റെ നടുക്ക് നിന്ന് അവൻ ഡാൻസ് കളിച്ചു. ആദ്യമായിട്ടാണ് ശ്രീലക്ഷ്മി അവനെ ഓഫീസിലേക്ക് വിളിച്ചത്. കുറെ നാൾക്ക് ശേഷം ഇന്നാണ് അവൻ സന്തോഷം എന്താണെന്ന് അറിഞ്ഞത്. ഇന്നത്തെ ദിവസം അവൻ ഒരിക്കലും മറക്കില്ല. അകന്നിരുന്ന ഭാര്യയുമായി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഒന്നിക്കാൻ പോകുന്നുവെന്ന് അവൻ കരുതി. ആദ്യമായിട്ടാണ് ശ്രീലക്ഷ്മിനെ ഓഫീസിലേക്ക് വിളിക്കുന്നത്. എനിക്കറിയാം, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ സ്നേഹം നീ തിരിച്ചറിയുകയും നീ എന്നെ സ്നേഹിച്ച് തുടങ്ങുകയും ചെയ്യും. വഴിയിൽ വെച്ച് അവനൊരു സ്വീറ്റ്സ് കട കണ്ടു. ശ്രീലക്ഷ്മിക്ക് കുട്ടിക്കാലം മുതലേ സ്വീറ്റ്സ് വളരെ ഇഷ്ടമായിരുന്നു. അവൻ സ്കൂട്ടർ ഒരു സ്ഥലത്ത് വെച്ചു. അവൻ സ്വന്തം പേഴ്സ് എടുത്ത് തുറന്നു നോക്കിയപ്പോൾ വെറും 200 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവമേ, 200 രൂപ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ടീഷർട്ട് വാങ്ങാൻ വെച്ചിരുന്ന പൈസ. ആകെപ്പാടെ 2 ജോഡി ഡ്രസ്സുണ്ട്. എന്നും ഒരേ ഡ്രസ്സ് ഇടുന്നത് ഒഴിവാക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന പൈസ. സാരമില്ല,
ശ്രീലക്ഷ്മിക്ക് സ്വീറ്റ്സ് വാങ്ങാനല്ലേ? അവളുടെ സന്തോഷത്തിന്റെ മുന്നിൽ ഞാൻ വാങ്ങാൻ വെച്ചിരുന്ന ടീഷർട്ടിന് എന്താ വില? വാലന്റൈൻസ് ഡേ വരാനിരിക്കുകയായിരുന്നു. അവൻ അവളുടെ പുറകെ നടന്ന് ആ റെഡ് റോസ് കൊടുത്തു. പിന്നെ നീയോ? നിനക്ക് നാണമില്ല ഇങ്ങനെ ഉളുപ്പില്ലാതെ പുറകെ നടക്കാൻ? 1 മാസത്തെ സമയമുണ്ട്. വാലന്റൈൻസ് ഡേക്ക് നീ എനിക്ക് ഡയമണ്ട് നെക്ലേസ് വാങ്ങിത്തരണം. അതിനൊരു 3 ലക്ഷം. അല്ലെങ്കിൽ വേണ്ട, 1 ലക്ഷത്തിന്റെ വിലയുള്ള ഒരു ഡയമണ്ട് നെക്ലേസ് വാങ്ങി തന്നാ മതി. അത് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലേ ഏതെങ്കിലും ട്രെയിനിന്റെ മുന്നിൽ ചാടി ചാവടാ. അതോടെ നിന്റെ ശല്യം തീരുമല്ലോ. ശ്രീലക്ഷ്മി, നീ പറയുന്ന ഇത്രയും പൈസ ഞാൻ ഒരുമിച്ച് കണ്ടിട്ട് പോലുമില്ല. പിന്നെ എനിക്ക് എങ്ങനെ ഇത്രയും വലിയൊരു തുക തരാൻ പറ്റും? സ്വന്തം ഭാര്യയ്ക്ക് അവൾ ആഗ്രഹിക്കുന്ന ഒരു ഗിഫ്റ്റ് പോലും വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത നീ ട്രെയിനിന്റെ മുന്നിൽ പോയിട്ട് ചാടി ചാവുന്നതാ നല്ലത്. നിന്നെയൊക്കെ ഉണ്ടല്ലോ. പിണക്കം മാറാൻ പോകുന്ന സന്തോഷത്തിൽ അവൻ സ്വീറ്റ്സ് വാങ്ങി സ്കൂട്ടറിൽ കയറിപ്പോയി. അപ്പോഴാണ് അമ്മായിയച്ഛന്റെ കണ്ണാടി നന്നാക്കുന്നതിന്റെ കാര്യം ഓർത്തത്. എന്റെ പൊന്നമ്മായപ്പ, തന്റെ കണ്ണാടി നന്നാക്കുന്നതിനേക്കാൾ എനിക്കിപ്പോ വലുത് എന്റെ ശ്രീലക്ഷ്മിക്ക് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നത്. ഇനി വേലക്കാരെന്ന ലേബല് എനിക്ക് വേണ്ട. ഇന്നു മുതൽ ഞാൻ എന്റെ മുഖംമൂടി മാറ്റി വെക്കുക. റെഡിക്കുലസ്. ഋഷി അവൾക്കുള്ള സ്വീറ്റ്സുമായി അവളുടെ ഓഫീസിലേക്ക് കയറി വന്നു. അവിടെ നിന്ന് അവളുടെ സുഹൃത്ത് ശരത്തിനെ അവൻ അറിയാതെ തട്ടി. ശരത്തിന് ദേഷ്യം വന്നു. യു ഇഡിയറ്റ്, നിനക്കെന്താ കണ്ണില്ലേ? ഇവനൊക്കെ ആരാ ഇതിനകത്തേക്ക് കയറ്റിവിട്ടെ? ഈ ഓഫീസിനകത്തേക്ക് കയറി വരാൻ നിനക്ക് ആരാ അനുവാദം നൽകിയേ? ഇത് നിന്റെ തന്തയുടെ വീടാണെന്ന് കരുതിയോ? നീ ആരാണെന്ന വിചാരം? ശ്രീലക്ഷ്മിയുടെ ഓഫീസിലെ ശരത്ത് ഋഷിയെ അപമാനിച്ചു വിട്ടു. ശരത്ത് കരുതിയത് അവൻ പുതിയതായി വന്ന ഓഫീസ് ബോയ് ആണെന്നാണ്. എന്നിട്ട് ശരത്ത് ദേഷ്യത്തിൽ അകത്തേക്ക് പോയി. ഇതെല്ലാം ശ്രീലക്ഷ്മി അകത്തു നിന്ന് കാണുകയായിരുന്നു. ശ്രീലക്ഷ്മി, ഇത് പഴയ ആള് തന്നെയാണോ? പണ്ട് നീ എന്നെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു, എന്നിട്ടിപ്പോ നിനക്ക് എങ്ങനെ ഇങ്ങനെ മാറാൻ കഴിയുന്നു? ഇത് കണ്ട് ദേഷ്യത്തിൽ ശ്രീലക്ഷ്മി അകത്തേക്ക് പോയി. അവളെ സമാധാനിപ്പിക്കാനായി ഋഷി അവളുടെ പുറകെ നടന്നു. നീ ഇങ്ങനെ മുഖം വെറുപ്പിക്കല്ലേ. സംഭവിച്ചതൊക്കെ നല്ലതിന്. നമുക്ക് പിണക്കൊക്കെ മറന്ന് പണ്ടത്തെ പോലെ സ്നേഹിച്ചൂടെ? എന്റെ ജീവിതത്തിൽ നിന്ന് പോയി തരാൻ നിനക്ക് എത്ര രൂപ തരണം? ഒരിക്കലും തിരിച്ചു വരാത്ത തരത്തിൽ നീ പോകണം. നീ എന്താ കരുതി ഞാൻ നിന്നെ സ്നേഹിക്കുന്നോ? എന്റെ ഭർത്താവാണെന്ന വിചാരം ഉണ്ടെങ്കിൽ നീ വെറും വേലക്കാരനാ. എന്റെ അച്ഛന് പറ്റിയ അബദ്ധോ നിന്നെ എന്റെ ഭർത്താവാക്കിയത്. അയാളുടെ തെറ്റ് കാരണം ഞാൻ ഓരോ നിമിഷവും അനുഭവിച്ചോണ്ടിരിക്കുക. നിനക്ക് ഇത്രയ്ക്കായിട്ട് മനസ്സിലാവുന്നില്ലേ? നീ എന്റെ മനസ്സിൽ പോലും ഇല്ല. മനസ്സിൽ കയറാൻ വേണ്ടി നീ ശ്രമിക്കുകയും വേണ്ട. എനിക്ക് നീ എന്റെ ഭർത്താവാണെന്ന് പറയുന്നത് തന്നെ നാണക്കേടാ. ഓഫീസിലുള്ളവരോട് ഡ്രൈവറാണെന്ന് പറഞ്ഞ നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുത്തിയത്. നീ ഭർത്താവിന്റെ പേര് പറഞ്ഞ് എന്നെ ഇവിടെ നാണം കെടുത്താൻ വേണ്ടി വന്നതല്ലേ? ഞാൻ ഈ ഓഫീസിൽ ജോലി ചെയ്യുന്ന ശരത്തുമായിട്ട് പ്രണയത്തില. എങ്ങോട്ട് തിരിഞ്ഞാലും നീ. ദൈവമേ, ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കാൻ നിനക്ക് നാണമില്ലേ? നിനക്കൊരു കാര്യം അറിയോ? ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിന്നെയാണ്. അവൾ ദേഷ്യത്തിൽ പുറത്തേക്കിറങ്ങി വന്നു. ഇതെന്താ, വല്ല ഹോട്ടലുമാണോ? തറയിൽ കുറെ ജിലേബി കിടക്കുന്നു. ഇതെല്ലാം എടുത്തോണ്ട് ഡസ്റ്റ്ബിന്നിലിട്. ശ്രീലക്ഷ്മി ഋഷിയെ വെറും ഒരു ഓഫീസ് അസിസ്റ്റന്റായി മാത്രമാണ് കണ്ടിരുന്നത്. അങ്ങനെ അവൾ അവനെയും വിളിച്ചുകൊണ്ട് ശരത്തിന്റെ ഓഫീസിലേക്ക് പോയി. ശരത്, ഐ എം സോറി. ഐ മിസ്ഡ് യു. ഓ, ലവ് യു. നീ എന്താ ഈ പൊട്ടനെ ഓഫീസിൽ വിളിച്ചുകൊണ്ട് വരുന്നേ? സോറി, ഇവിടുത്തെ വർക്ക് ലോഡ് കൂടുതലാക്കിയപ്പോ ഞാൻ തന്നെ ഒരു അസിസ്റ്റന്റിനെ നിയമിച്ചു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.